ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡി കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശുവിൽ പ്രശസ്തരുമാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ, അത് തന്നെ വിശ്വസിച്ചോ, അത് തന്നെ സംഭവിക്കും. എപ്പോഴും നമ്മളെ മനസ്സിൽ വിഷമമില്ലാത്ത ആരും കാണുമല്ലോ. എനിക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു വിഷമം വരുമ്പോൾ അറിയാവുന്ന എല്ലാ വചനവും ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്ന ധൈര്യപ്പെടും. വചനത്തിൽ ആശ്രയം വെച്ച് വചനം പഠിച്ച് നമ്മുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തണം. സങ്കീർത്തനം 52:8 പറയാം, ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കിൽ തഴച്ചിരിക്കുന്ന ഒലിവുവൃക്ഷം പോലെ ആവുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ഒലിവുവൃക്ഷം പണ്ട് യേശു ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒലിവുവൃക്ഷം ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും നശിച്ചു കെട്ട് പോകില്ലെന്നാണ് സങ്കീർത്തനം 121:7 പറയാം. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 27:14. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, എന്ത് വിഷമം വരുമ്പോഴും ഞാൻ ആ വിഷമം മാറിയിട്ട് അത് നന്മയാക്കി ദൈവം മാറ്റിയിട്ട് അതിനെ സ്വപ്നം കണ്ട് എൻ്റെ ശുഭകാലം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ശുഭകാലം ഓർത്ത് ഞാൻ പുഞ്ചിരി തൂകും. അങ്ങനെ നമുക്കൊക്കെ സാധിക്കട്ടെ. നമ്മൾ വിഷമം ഓർത്ത് ഇങ്ങനെ എൻ്റെ കാര്യമായിട്ട് പറഞ്ഞാൽ ഉറക്കയില്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശുഭകാലം ഓർത്ത് ദൈവം തരുന്ന അനുഗ്രഹം ഓർത്ത് പുഞ്ചിരി തൂക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ ആട്ടോ. നിങ്ങൾ പണ്ട് പവിത്ര സിൽക്ക് സാരി എടുത്തവരുണ്ടോ? പവിത്ര എനിക്കൊക്കെ ഉണ്ടായിരുന്നേ. ആ പവിത്ര സിൽക്കിൻ്റെയൊക്കെ ഇങ്ങനെ തന്നെയാണ് പവിത്ര സിൽക്ക് ഇരുന്നത്. സെയിം വേറെയൊക്കെ പേരൊക്കെയാണ് അവർ പറയണത്, പക്ഷേ ഇത് സെയിം പവിത്ര സിൽക്ക് ആട്ടോ. നിങ്ങൾക്ക് ഉള്ളവർക്കൊക്കെ അറിയാം. പക്ഷേ പവിത്ര സിൽക്കിന് ഭയങ്കര വിലയായിരുന്നു കേട്ടോ. ഒറിജിനലായിരിക്കില്ല, 2000 ഒക്കെ ആയിരുന്നു. ഇതാ ബ്ലൗസ് പീസ്. അപ്പോൾ പവിത്ര സിൽക്കിൻ്റെ ഇത് പവിത്ര സിൽക്ക് തന്നെയാണ്. 1299 ഉള്ളൂ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വില കാണുന്നത്. എടുത്തു, അന്നേരമൊന്നും വിലയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി വിലയായെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. വലിയ വിലയാകാത്ത കാരണം അവർ തിരിച്ച് വില പ്രത്യേകിച്ച് പറയാത്ത. അപ്പോൾ 1299 ഉള്ളൂ. അടിപൊളി കളേഴ്സ് ആട്ടോ. അത് സുഹാസിനി സ്റ്റൈലിലൊക്കെ അങ്ങ് ഉടുക്കണം. ഇതേ ബ്ലൗസ് പീസ് വന്നത് ഇതാട്ടോ, കോൺട്രാസ്റ്റ്. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. എല്ലാ സൂപ്പർ ഹിറ്റ് കളേഴ്സ് ആട്ടോ. പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ നിന്ന് എടുക്കുന്നവർ അങ്ങനെ എടുത്തോ. കളേഴ്സ് ഇനി വന്നുള്ളൂ കേട്ടോ, ഒത്തിരി ഉണ്ട്. അല്ലാണ്ട് ഓൺലൈനിൽ ചോദിക്കുന്നവർ അങ്ങനെ എടുത്തോ. എല്ലാം കോൺട്രാസ്റ്റ് ചെയ്താട്ടോ ബ്ലൗസ് പീസ് തന്നെ. നല്ല രസമുള്ള, ശരിക്കും ഇവിടെ ഒരു സിൽക്കിൻ്റെ ആ സെയിം ഫീലിങ്സ് ആട്ടോ. സെയിം ആ സിൽക്കിൻ്റെ. പവിത്ര സിൽക്കിൽ വന്ന് ആ സെയിം ലുക്ക് മിക്കവർക്കും ഉണ്ടായിരുന്നു കാണും. പണ്ട് പവിത്ര സിൽക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. നല്ല രസം കൊടുത്താൽ. എനിക്കൊരു പച്ചയായിരുന്നുള്ളത്, പച്ചയും മുറൂണും. പണ്ടത്തെ സാരി ഓരോന്നും എനിക്ക് ഓർമ്മയുണ്ട്, കാരണം ആകെ 5-6 സാരിയല്ലേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. അടിപൊളി ഒരു ടെസർ സാരി കേട്ടോ. ശരി, സെമി ടെസറല്ല, ശരിക്കും ടെസർ സാരി എന്ന് അവർ പറയണേ. പക്ഷേ ഇത് നമ്മുടെ ആ മറ്റേ ടെസർ സിൽക്ക് ഒത്തിരി കൂടിയ ടെസറല്ല, പക്ഷേ ടെസർ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് കുറേ എൻക്വയറി ഉണ്ടായിരുന്നേ. നമ്മൾ കുറേ റീസ്റ്റോക്ക് അടിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കളർ ബാക്കി വന്നു. 3-4 കളർ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്ഥലമില്ല ഇവിടെ വയ്ക്കാൻ, കുറച്ചധികം ഉണ്ട്. അപ്പോൾ 2599 ആയിരുന്നു അല്ലേ? 2699 അപ്പോൾ 1999 കേട്ടോ. ആകെ 3-4 സാരി ഉള്ളൂ കേട്ടോ. ഇനി ബാക്കി അവർ പറയും എപ്പോൾ അടിയുണ്ടാവും. പിന്നെ ഇത് ചോദിച്ചാൽ കിട്ടൂല കേട്ടോ. കാരണം നമ്മൾ ഒരാഴ്ചയായോളോ വീഡിയോ ഇട്ടിട്ട്, അതോ 2 ആഴ്ചയായോ? ഒരാഴ്ച. അപ്പോൾ എല്ലാം റീസ്റ്റോക്ക് വരുത്തുമ്പോൾ
എന്തോരം പേരെ ചോദിക്കണേ. അപ്പോൾ അവർ പെട്ടെന്ന് എടുത്തു അപ്പടിയും കൂടെ കയറ്റി വിടും. അങ്ങനെ 2-3 കളർ ബാക്കി വന്നതാണ്. ബാക്കി വന്ന കളേഴ്സും സൂപ്പർ ഹിറ്റാട്ടോ. ഈ വിലയ്ക്ക് ഭയങ്കര നല്ല കേട്ടോ. 1999 നിങ്ങൾക്ക് ഒരേടത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ ഈ 4 സാരിയും കിട്ടുന്നവർക്ക് ഫ്രീ. ഈ സെയിം സാധനമായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. നല്ലൊരു സോഫ്റ്റ് ഷിനോൺ സിൽക്ക് പോലെ ഇരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ്, ഒന്നും നെഴലും അടിക്കില്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഇതിൻ്റെ വിലയാട്ടോ നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾ ഞെട്ടാൻ പോണേ. സാരിയിൽ ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ഇത് ബ്ലൗസ് പീസ് സെയിം ആട്ടോ. റേറ്റ് 750 രൂപയേ ഉള്ളൂ. പക്ഷേ റേറ്റ് ഇപ്പോഴാണ് കാണണേ. ഇതിൻ്റെ റീസ്റ്റോക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത്രയും വിലയുള്ള കാരണം പെട്ടെന്ന് തീരും. കുറച്ചെടുത്തിട്ടുണ്ട്. 750 ഉള്ളൂ. നിങ്ങൾ നോക്ക്, നമുക്കൊരു ഫങ്ഷൻ ഇടാം, അല്ലാണ്ട് കൊടുക്കാം. ഇങ്ങോട്ട് നോക്കാം. ഈ മെറ്റീരിയലിൻ്റെ ക്ലോസപ്പ് നോക്കിയാൽ മെറ്റീരിയലിൻ്റെ ഗ്ലാമർ വേണ്ട. പതുപതൂന്നുണ്ട്. എന്നാൽ തീരെ ഒട്ടുമോ ഇല്ല. 750 ഉള്ളൂ. സെൽഫ് എംബ്രോയ്ഡറി ആയിട്ട് പേസ്റ്റ് ചാട്ടിൽ വന്നേക്കണത്. പല്ലുവൊക്കെ മൊത്തം എംബ്രോയ്ഡറി ഉണ്ട് പല്ലുവേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറി പോയേക്കണം. ഇങ്ങോട്ട് മേളിലോട്ട് 2-3 ബുട്ടേ ഉള്ളൂ. അങ്ങനെ പോയേക്കണേ. 750 ആകെ റേറ്റ് ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. റേം ഗ്രാൻഡ് സാരി ആട്ടോ. ഈ ഓണത്തിൻ്റെ കളക്ഷനാട്ടോ ഈ കാണിക്കണതെല്ലാം. ആദ്യമാണ് ഓണത്തിൻ്റെ കളക്ഷൻ വന്നത്. പിന്നീട് വരുമ്പോൾ ഇപ്പം എല്ലാം പർച്ചേസിങ് കഴിഞ്ഞേ ഭയങ്കര വെറൈറ്റി. ഞാൻ എല്ലാ തവണയും പറയാറുണ്ട്, നമുക്കിങ്ങനെ ക്രിസ്മസൊക്കെ വരുമ്പോഴും എല്ലാം അവസാനം നോക്കരുത്, ആദ്യമാണ് ഇതെല്ലാം മനെ. എല്ലാം നല്ല കളേഴ്സ്. സൂപ്പറല്ലേ? ആകെ 750 ഉള്ളൂ. കുറേ ചാർട്ടുണ്ട് കേട്ടോ. കളർ ചാർട്ടുണ്ട്. നല്ല ടീൽ ബ്ലൂ, നല്ലൊരു ബ്രൗൺ, ഇനിയുണ്ട് ഇതിൻ്റെ കളേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ശരിക്കും ഓണത്തിൻ്റെ ഒരു അരങ്ങേറ്റം ആട്ടോ ഇതൊക്കെ. മദ്രാസ് ചെക്ക് സാരി ചെക്കില്ലേ, അതുപോലെ തന്നെ മുന്താണിയിൽ മദ്രാസ് ചെക്കിൻ്റെ ഇതും നടുക്ക് ഇങ്ങനെ സ്ട്രൈസ്. എന്ത് രസമാണ് നോക്കി. ഇങ്ങനെ അങ്ങ് പോകണം. ബ്ലൗസ് പീസ് വന്നത് നല്ലൊരു കോട്ടൺ സാരി. ഇത് അങ്ങനെ നെഴലും അടിക്കില്ല കേട്ടോ. ഇത് ബ്ലൗസ് സെയിം റണ്ണിങ്ങേ കൊടുത്തേക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ബ്ലൗസ് ഇട്ടാൽ മതി. റേറ്റാണ് ഏറ്റവും രസം. 599 രൂപയോ. അടിപൊളിയാ. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. 599 രൂപ എന്ന് പറയുമ്പോൾ ഇത് പിന്നെ തീരാണ്ടിരിക്കണ എങ്ങനെയാ. മദ്രാസ് ചെക്കും ഇത് കണ്ടോ, പെട്ടെന്ന് തീരും. പെട്ടെന്ന് അയക്കോ. പെട്ടെന്ന് എടുത്തോ. അടിപൊളി ബ്ലൗസ് പീസ് സെയിം റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്താൽ മതി. പ്ലെയിൻ ഏതെങ്കിലും ഇട്ടാൽ മതി. 599 രൂപയേ ഉള്ളൂ. ഇങ്ങനെ വരും കണ്ടോ. ഇങ്ങനെ വന്നെ. ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഇത് കാണാൻ പറ്റാറുള്ളത്. കനമൊന്നുമില്ല. 599 രൂപ. നെല്ലും അടിക്കില്ല. 599 ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. വെബ്സൈറ്റിൽ എടുക്കുന്നവർ അങ്ങനെ എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. നമ്മുടെ കോട്ടാ സാരി നമ്മളിതിൻ്റെ ഒത്തിരി ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്. 1-2 വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിച്ചിട്ട് ഒത്തിരി കാലമായി. റേറ്റ് 899. അടിപൊളി കളർഫുള്ള ബ്ലൗസ് പീസ് തന്നെ. ഇത് നല്ല രസാട്ടോ.
ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ് വന്നത് അല്ലേ, മുന്താണിയാണോ ഇത് ബ്ലൗസ്? പിന്നെ ഇങ്ങനെയൊക്കെ തന്ന സാരി എല്ലാം എന്ത് ഭംഗിയുള്ള കളേഴ്സ്. 899 രൂപയുള്ളേ. ഭയങ്കര രസമുള്ള കളേഴ്സാണ് കിട്ടിയേക്കണേ. ഇതൊരു ആഷ് ബ്ലാക്ക് ആണോ, ബ്ലാക്കിൽ ബ്രൗൺ ഒക്കെ വന്നേക്കണം. നല്ല രസമല്ലേ. 899. ഇതിന്റെ ബ്ലൗസ് പീസ് വന്നത് പൂക്കൾ എവിടെയോ ഉണ്ട്. ഈ വിലയ്ക്ക് ഇതൊരു സൂപ്പറാണ്, ഭയങ്കര ഗ്രാൻഡാ. ഈ 899 രൂപയല്ലേ ഉള്ളൂ. വില വെച്ച് സൂപ്പർ ഹിറ്റാട്ടോ. കോട്ട സാരി, അതും ദേ ബ്ലൗസ് പീസിൻ്റെ ഒക്കെ തുണി നോക്കിക്കാൻ നോയാ കോട്ടയുടെ പോലെ തന്നെ ഇരിക്കുന്നത്. ഇതാ ബ്ലൗസ് പീസ്, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഇത് രസമാണെന്ന് നോക്കി. പല്ലു കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തീരൂ കേട്ടോ. 899 രൂപയല്ലേ ഉള്ളൂ. ബ്ലൗസ് പീസ് വന്നത് ദേ. എന്തൊരു രസമാട്ടോ ഇത്. നമുക്കിങ്ങനെ പണ്ട് ബലൂൺ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞ പോലെ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നത് ഇത് വൈറ്റിങ് എടുത്തു. അടിപൊളിയാണ്. കളർ വ്യത്യാസമൊന്നും ഇല്ലോ അല്ലേ വീഡിയോ പിടിച്ചിട്ട്. ഇതാണ് ബ്ലൗസ് പീസ് വന്ന് കറക്റ്റ് കളറാണ്. ഇനി ഇതിൻ്റെ വൈറ്റ് ഉണ്ട് കേട്ടോ. വൈറ്റിൽ പല പല ഡിസൈൻ ആയിട്ടോ. വൈറ്റിന് 799 ഉള്ളൂ കേട്ടോ. ഇതിന് 799 ഉള്ളേ. കളർഫുള്ളാണ് കുറവ്. ഇതാണ് ബ്ലൗസ് പീസ്. ഫോട്ടോ എടുത്തില്ലേ? വേട്ടെ ചാർജ് ഒന്നും പോയാ ചാർജില്ല. ഇനി നമുക്ക് അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. നീല കോട്ടയല്ല കോട്ടണിൽ നമുക്കിങ്ങനെ കോൺട്രാസ്റ്റ് ക്രോഷിയോടെ നോക്കിക്കേ. പല്ലുമൊക്കെ ഹാൻഡ് വർക്ക് ആട്ടോ. ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് കൊണ്ടുവന്നേക്കണ സംഭവമാണ്. പ്യുവർ കോട്ടണിൽ. ബ്ലൗസ് പീസും ബ്ലോക്ക് പ്രിന്റ് ബ്ലൗസാണ്. 1299 അല്ലേ. ഈ കളർ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ. ബ്ലൂവിൽ ഇത് വന്നിട്ടില്ലല്ലോ. ഇതാദ്യമായിട്ട് ഈ തവണ തന്നെ നല്ലൊരു എലഗൻ ലുക്ക് തോന്നിട്ട്. അങ്ങനെ ഇട്ടിവെട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബുമ്മല്ല, ഒരു എലഗൻ ലുക്ക്. നല്ല രസമല്ലേ, നമ്മൾ ചിന്തിക്കാത്തൊരു കളർ കോമ്പിനേഷൻ. 1299 ഉള്ളൂ. ഇത് നീലയും സഫയറും നല്ല കോമ്പിനേഷൻ. ക്രോഷിയോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വർക്കാണ്. ഒരു എത്ര ദിവസം ഇരിക്കണായിരിക്കും ഈ സാരി മൊത്തം ഇങ്ങനെ ക്രോഷിയോ വർക്ക് ചെയ്ത്. ഈ വശത്ത് വർക്കില്ലെന്നുള്ളൂ, പക്ഷേ ഇവിടെ ക്രോഷിയോ ലേസ് വർക്ക് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് ബ്ലൗസും ഇങ്ങനെ ആക്കി ബ്ലോക്ക് പ്രിൻ്റൊക്കെ അടിച്ച് പശ മുക്കി തേച്ചാണ് കിട്ടുമ്പോഴാണ് 1299. ഈ വശം കറക്റ്റ് ആയിരിക്കും. ഇതിൻ്റെ വശമൊക്കെ ദേ ഇവിടെ കോണിച്ചൊക്കെ ആയിരിക്കും ഇരിക്കണേ. അത് ഇങ്ങനെ അവർ സ്റ്റാർച്ച് ചെയ്യുമ്പോൾ അവരുടെ ആരോഗ്യ പ്രകടനം കാണിക്കുന്നതാണ്. അതെല്ലാ സാരിയിലും ഉണ്ട്.
പിന്നെ ഇങ്ങനെയൊക്കെ ഈ കളറൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കും. അതൊക്കെ ബ്ലോക്ക് പ്രിന്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങിയൊക്കെ വന്നതാട്ടോ. അതൊന്നും ഇങ്ങനെ കംപ്ലൈൻ്റ് അല്ല. $1299 ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പോയി എല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും എല്ലാം ചെക്ക് ചെയ്യലാട്ടോ. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊളസ്ട്രോൾ ഉണ്ടോ, അതിനൊക്കെ കൊളസ്ട്രോൾ ഉണ്ടോ, അതിനൊക്കെ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, ചുമ്മാ ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്കും ഒന്ന് ഓടിപ്പോണേ. അപ്പോൾ ഞാനും പോയി ടെസ്റ്റ് ചെയ്തു. ദൈവമേ 3000-4000 ഏതാണ്ടാ DDRCയിൽ അങ്ങനെയല്ല പാക്കേജ് എടുക്കൂലേ. അപ്പോൾ അങ്ങനെ എടുത്തു, ടെസ്റ്റ് ചെയ്തു. വന്നപ്പോൾ ESR ഒക്കെ നല്ല കൂടുതൽ, നീർക്കെട്ട് നന്നായിട്ട് ശരീരത്തിൽ, പിന്നെ യൂറിക് ആസിഡ് ഉണ്ട്. ബാക്കിയെല്ലാം വലിയ കുഴപ്പമില്ല. ചീത്ത കൊളസ്ട്രോൾ ഇച്ചിരി ഉണ്ടെന്ന് പറഞ്ഞാൽ. കുഞ്ഞു പറഞ്ഞു അമ്മയുടെ തീറ്റ കുറയ്ക്കാൻ. ഞാൻ പറഞ്ഞു ഒന്ന് നടക്കുമോ തീറ്റ കുറച്ചിട്ട്, എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളിടയ്ക്ക് എല്ലാം ലിവർ ഫങ്ഷനും കിഡ്നി ഫങ്ഷനും മൊത്തം ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്ക് അങ്ങനെ നോക്കിയപ്പോൾ തൈറോയ്ഡ് ഉണ്ടെന്ന് അറിഞ്ഞത്. മൊത്തം തടിച്ചു വരിക, ഹോർമോൺ ഇംബാലൻസ്, തൈറോയിഡ് അങ്ങനെയൊക്കെ. അപ്പോൾ അന്നേരമാണ് തടി വെക്കണത്. ഇങ്ങനെയൊക്കെ ഞാൻ ആശ്വസിക്കുമെങ്കിൽ എൻ്റെ തീറ്റയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ. തിന്നിട്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് തിന്നുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. നമ്മുടെ ഹെൽത്താണ് ലോകത്തിൻ്റെ ഹെൽത്ത്, കുടുംബത്തിൻ്റെ ഹെൽത്ത്, മക്കളുടെ അസറ്റ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ മക്കൾക്ക് വേണ്ടി എന്തില്ല. നമ്മൾ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ ഭാരമാവുക, കുടുംബത്തിന് ഭാരമാവുക, എല്ലാവർക്കും. അപ്പോൾ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ എല്ലാ ആരോഗ്യം നോക്കണം. നമ്മളെപ്പോഴും കുടുംബം, മക്കൾ എല്ലാവർക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമല്ലേ. നമ്മളെ ഒന്ന് സ്നേഹിക്കണം. ആ കൂടെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി അസറ്റ്, ആരോഗ്യമുള്ളപ്പോൾ ഇച്ചിരി അസറ്റ് നമ്മുടെ കൈ വേണം. ഞാനിപ്പോഴും ഓർക്കണ്ട, എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ ഇങ്ങനെ ആനിയുടെ അപ്പച്ചൻ നേരത്തെ മരിച്ചു പോയായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. അപ്പം മൂത്ത ബ്രദർ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആനിയുടെ കല്യാണം വന്നപ്പോൾ അമ്മ കൊണ്ടൊരു വലിയ ചുറ്റുപാത്രം നിറച്ച് മോതിരം കൊണ്ട് കൊടുത്തു. എപ്പോഴും ശമ്പളം കിട്ടുമ്പോൾ ഒരു മോതിരം മേടിച്ചിടുന്നു. അപ്പോൾ 25 പവനോ 30 എത്ര പവനുള്ള മോതിരം ഉണ്ടായിരുന്നു അത്. അപ്പോൾ മാങ്ങളെ ചോദിച്ചു, ഞാൻ ഈ പൈസയ്ക്ക് നെട്ടോട്ട് ഓടുമ്പോൾ അമ്മ സ്പെഷ്യൽ സമ്പാദ്യമായിരുന്നോ എന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഞാൻ സമ്പാദിച്ചത് നിനക്ക് ഇപ്പോൾ ആശ്വാസമായില്ലേ എന്ന് ചോദിച്ചെന്ന്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഒരു ടെൻഷനും ഉണ്ടാകാണ്ട് അത്രയും സ്വർണം കുരുകുരുള്ള മോതിരങ്ങളില്ലേ അതാത്. അപ്പോൾ അത്രയും ആ ഒരു മകളെ കെട്ടിച്ചു പറഞ്ഞ സ്വർണത്തിനൊന്നും ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. അപ്പം നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ ഇച്ചിരി സ്വർണത്തിൽ സമ്പാദിച്ചാൽ സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതൊരിക്കലും താഴ്ത്തേട്ട് പോരില്ല. ബാക്കി നമ്മളെല്ലാം മേടിക്കും. ഒരു വീട് മേടിച്ചാൽ പോലും ഡിപ്രിസിയേഷനാണ്, വില താഴ്ത്തേട്ട് പോകും. കുറേ കഴിയുമ്പോൾ പഴയ വീടാവും എന്ത് മേടിച്ചാലും. അപ്പോൾ ഇത് മാത്രമാണ് ഇപ്പോൾ വില കയറണുള്ളൂ. അപ്പം ഇപ്പം ലിക്വിഡ് അസറ്റായിട്ട് സ്വർണത്തിന്, അല്ലാണ്ട് ആഭരണമായിട്ടല്ല ഈ വില കയറണത്. 5% ഏതാണ്ട് ആഭരണത്തിന് യൂസ് ചെയ്യണുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ ലോകത്തിൽ സ്വർണത്തിൻ്റെ എല്ലാം കച്ചവടത്തിനാണ് അങ്ങനെ. അപ്പം നമ്മൾ സ്വർണം ആരോഗ്യമുള്ളപ്പോൾ ഇച്ചിരി സ്വർണ്ണമൊക്കെ നമുക്ക്, പക്ഷേ ഇന്ത്യയിൽ ആഭരണമാണെങ്കിൽ സൂക്ഷിക്കാം. നമുക്കിടെ കയ്യിൽ ഇൻകം ടാക്സ് ഒന്നും പിടിക്കില്ല. മറ്റേ ബാക്കിയൊക്കെ ഇൻകം ടാക്സ് കണക്ക് കാണിക്കണം, വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ എപ്പോഴും GST ബില്ലോട് കൂടി സ്വർണം മേടിക്കണം കേട്ടോ. അതിനാച്ചാൽ HOD മുദ്രയൊക്കെ ഇല്ലെങ്കിൽ നമുക്കിനി പണയമൊന്നും എടുക്കൂലെന്ന്. അങ്ങനെയൊക്കെ വരും. സ്വർണത്തിന് വില കൂടുന്തോറും പ്രശ്നങ്ങൾ ഒത്തിരി വരും. അപ്പോൾ സ്കീമിൽ കൊടുക്കുക 11 മാസം കണ്ണടച്ച് ഓർക്കുമ്പോൾ തീരും. നമുക്ക് അപ്പോൾ ലൈറ്റ് വെയ്റ്റിൻ്റെയോ ഹെവി വെയ്റ്റിൻ്റെ എടുക്കാം. മിനിമം 1000 എന്ന് വെച്ചാൽ 10000 ഇടുന്നവരുണ്ട്, 50000 വരെ മാസം ഇട്ടവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കിട്ട് സ്വർണ്ണം എടുക്കാം. അപ്പോൾ നമുക്കൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇത്രയും വിലയൊക്കെ അല്ലേ, വില ഇത്രയെന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എല്ലാ സാധനത്തിനും ഇപ്പോൾ ഭയങ്കര വിലയാണ്, എന്തിനും വിലയാണ്. പക്ഷെ നമ്മൾ സ്വർണത്തിൻ്റെ വില മാത്രം എന്ത് വില. പണ്ട് 2000 രൂപ, പണ്ട് 2000 രൂപയ്ക്ക് ഒരു ഏക്കർ കിട്ടുന്ന കാലം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഓർത്തുകൊണ്ടിരിക്കേണ്ട. ഇപ്പം നാടോടുമ്പോൾ നടുവിയോടാം. അപ്പോൾ സ്വർണ്ണത്തിലൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്കീമിലൊന്ന് കൂറണം കേട്ടോ. സ്കീമിൻ്റെ കടയുടെ നമ്പർ, സ്വർണ്ണക്കടയുടെ വാട്സപ്പ് നമ്പർ, അല്ലെങ്കിൽ ഈ പിള്ളേരെ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് തരും കേട്ടോ. അപ്പോൾ എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.